ചങ്ങായിമാരെ അവസാനം സംഘികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ല നമ്മളെ പാലക്കാട് തോറ്റമ്മല്ലേ നമ്മളെ നിഴൽ ശോഭിച്ചിട്ടില്ല ശോഭിച്ചെത്തിയിട്ടുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ 8 നില പൊട്ടിയ ശേഷമില്ല നമ്മളെ ശോഭിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എന്ന് മാത്രമല്ല പാലക്കാട് നിന്ന് ഏതെങ്കിലും ഒരു ചാനലില് ഏതെങ്കിലും ഒരു വാർത്തയിലിട്ടില്ല പാലക്കാട് നിൽക്കുമ്പോൾ അപ്പ ശോഭിച്ച് കരയും പൊട്ടിക്കരയും. കാരണം അമ്മാതിരി പൊട്ടല്ലേ പൊട്ടിയെ പിന്നെ എങ്ങനെ പൊട്ടി കരയാതിരിക്കും നമ്മൾ ശോഭിച്ച്. എന്തായാലും നമ്മളെ നിഴൽ ശോഭിച്ചിട്ടില്ല BJP ഗവൺമെന്റ് രക്ഷിക്കാൻ നടത്തുന്ന കുറച്ച് കുൽസിത വർത്താനങ്ങൾ നമുക്ക് കേട്ടിട്ട് വന്നാലോ. നമസ്കാരം. കഴിഞ്ഞ കുറെ ആഴ്ചകളായി നമ്മുടെ കുട്ടികൾ തെരുവിലായിരുന്നു. അവർ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചു. ഇന്ന് എന്താണ് ഭരണകൂടം ചെയ്തത്? പേപ്പർ ലീക്ക് ഒരിക്കലും രാജ്യത്തുണ്ടാകരുത് എന്ന് തീരുമാനിക്കുകയും അതിനനുസൃതമായിട്ടുള്ള കനത്ത ശിക്ഷ തന്നെ കുറ്റവാളികൾക്ക് കൊടുക്കണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിയമം അത് പാസാക്കാൻ പാർലമെന്റിൽ എത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ കുട്ടികൾ സമരവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ആ കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ള വ്യാജേന ഗവൺമെന്റിനെതിരെ കനത്ത അടി കൊടുക്കാം എന്നുള്ള ചിന്തയോടുകൂടി കുട്ടികളോട് ലെവലേശം സ്നേഹമില്ലാത്ത, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ മുന്നേറ്റത്തെക്കുറിച്ചോ ചിന്തയില്ലാത്ത കോൺഗ്രസ് എന്താണ് ചെയ്തത്? ആ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് ഇന്ന് സഭയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച ബില്ലിനെ ശക്തിയുക്തം എതിർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ നീറ്റ് പരീക്ഷ ചോദ്യ പേപ്പറിന് ഉണ്ടല്ല നമ്മളെ ശോഭിച്ചിട്ടില്ല പേപ്പർ ചോർച്ചാന്ന് ഇത്ര സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ എനിക്കെന്താ തോന്നറിയാം. നമ്മളെ ശോഭിച്ചിന്റെ വിചാരം അറിയാം ഏതോ ന്യൂസ് പേപ്പറിന്റെ വാർത്തയുണ്ടല്ല ആ വാർത്തയാണ് ചോർന്നതെന്നാണ്. ശോഭിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് മാതൃഭൂമിയിലോ മനോരമയിലോ ഏതോ വാർത്ത ചോദിക്കുന്നതാണോ? എന്റെ മഞ്ഞളെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നമായ നീറ്റ് പരീക്ഷ ചോദ്യ പേപ്പർ ഉണ്ടല്ല ആ പേപ്പറാണ് ചോർന്നിട്ടുള്ളത്. അതുപോലെ ഉണ്ടാക്കാൻ പോകുന്ന സംഭവം എന്താ പറയാ, വിവരം ബോധമില്ലാത്ത ടീംസ് ഉണ്ടല്ല ആ ടീംസ് ഒക്കെ ഉണ്ടല്ല ഡോക്ടർ ആവും. അതായത് നിങ്ങളെ സംഖ്യകളെ പോലെ തന്നെ വിവരം ബോധമില്ലാത്ത ടീം ആ ടീം മൊത്തം ഡോക്ടർ ആവും. പിന്നെ ശോഭിച്ച് പറഞ്ഞ് ഏതോ ഒരു പുതിയ നിയമം പാസ്സാക്കാൻ പോകുന്നുണ്ട്. ആ നിയമത്തെ പ്രദേശ പാർട്ടികളൊക്കെ അങ്ങ് എതിർത്തുന്ന്. എന്റെ ശോഭിച്ച് ഇതിനു മുന്നേ നീറ്റ് പരീക്ഷ ചോദ്യ പേപ്പർ ചോർന്നില്ലേ? അപ്പോഴും പുതിയ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ചോരുമുണ്ടില്ല നിയമം ഉണ്ടാക്കലല്ല വേണ്ടത്. ചോദ്യ പേപ്പർ ചോർച്ചക്കാരനായ പ്രതികളുണ്ടല്ല ആ പ്രതികളെ മൊത്തം പിടിക്കോണ്ടേ. അത് ഏത് വമ്പനായാലും ശരി, അത് ഏത് MLA ആയാലും ശരി, ഏത് മന്ത്രി ആയാലും ശരി. പക്ഷെ അന്നുണ്ടാക്കിയ പുതിയ നിയമം കൊണ്ട് എന്താ ഉണ്ടായത്? അതിൽ 2ാം പ്രതി ഉണ്ടല്ല, 2ാം പ്രതിക്കെതിരെ തെളിവില്ലാന്ന് നിങ്ങൾ ഉണ്ടാക്കിയ CBI ഉണ്ടല്ല CBI ആണ് പറഞ്ഞത്. അങ്ങനെ തെളിവില്ലാത്തോണ്ട് ആ 2ാം പ്രതി ഉണ്ടല്ല കോടതി വെറുതെ വിട്ട് എന്റെ ശോഭിച്ച്. ആ പ്രതിക്കെതിരെ തെളിവില്ലാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ആ പ്രതി ഉണ്ടല്ല BJPന്റെ ഒരു നേതാവാണ്. അതുകൊണ്ട് എന്തായാലും തെളിവിട്ടില്ല എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് മഞ്ഞൾ ശോഭിച്ചിട്ടല്ല പുതിയ നിയമം പഴയ നിയമം എന്ന് പറ്റി നമ്മളെ പറ്റിക്കാൻ നിൽക്കണ്ടേട്ടാ. നമ്മളെ ശോഭിച്ച് അടുത്തതായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്തായിരുന്നു ശിക്ഷാവിധികൾ? പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെ 5 വർഷം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കുന്ന ആ ഒരു നിയമം, അതോടൊപ്പം കനത്ത പിഴ എന്നുള്ള രീതിയിൽ 50 ലക്ഷം രൂപ പിഴയൊടുക്കണം എന്നുള്ള നിയമം, ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്ന ഗൂഢാലോചക ശക്തികൾക്ക് 10 കോടി രൂപ വരെ പിഴ കൊടുക്കണം എന്നുള്ള നിയമം, ഇങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ നിലവിൽ വരും എന്നുള്ളത് അടിപൊളി. കോടതിന്റെ കാര്യമൊന്നും പറയല്ലേ എന്ന് ശോഭിച്ച്. കാരണം ഉണ്ടല്ല ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടല്ല ഒരു ജഡ്ജി ഉണ്ടല്ല കോക്രോച്ച് എന്ന് വിളിച്ച ശേഷമാണ് ഈ സമരം ഉണ്ടല്ല ഇത്രമാത്രം ശക്തമായത്. അതുമാത്രമല്ല കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ഒരു പ്രസ്ഥാനം വന്നതും ആ ജഡ്ജി മൂലമാണ്. അതും പോരാഞ്ഞിട്ട് ആ ജഡ്ജിയോടുണ്ടല്ല വിദ്യാർത്ഥികള് ഡൽഹി പോലീസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ച ദൃശ്യങ്ങളൊന്ന് കാണുന്ന പറഞ്ഞപ്പം ആ ജഡ്ജി എന്താ പറഞ്ഞറിയാം, നമുക്കിതിന് സമയമില്ല എന്ന്. അതായത് ഡൽഹി പോലീസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ച ദൃശ്യം ഉണ്ടല്ല ആ ദൃശ്യം കാണാനൊന്നും മൂപ്പർക്ക് സമയമില്ല പോലും. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഫാസ്റ്റാഗ് കോടതികൾ നമ്മൾ നിർമ്മിക്കുന്ന പറ്റി നിങ്ങളുണ്ടല്ല ഇങ്ങനെ തള്ളുന്നത് എന്റെ ശോഭിച്ച്. കഴിഞ്ഞ വർഷം ഉണ്ടായ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പറിലെ പ്രതിക്കെതിരെ തെളിവ് കണ്ടെത്താൻ പറ്റുന്ന പോലീസാണ് ഇനി പുതിയ നിയമം പാസ്സാക്കിയിട്ട് പുതിയ കേസിലെ പ്രതികൾക്കെതിരെ തെളിവ് കണ്ടെത്തത്. ഭയങ്കര കോമഡി തന്നെ കേട്ടാ ശോഭിച്ച്. നമുക്കെന്തായാലും നമ്മളെ ശോഭിച്ചിട്ടില്ല അവസാനമായി കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. 3 മാസം കൊണ്ട് കേസ് തീർപ്പാക്കപ്പെടും എന്നുള്ളത് ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള ഈ നിയമത്തെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ അനുവദിക്കാതെ കോൺഗ്രസ് മാറി നിന്നു എന്ന് പറയുമ്പോൾ ഇനിയെങ്കിലും ഇന്ത്യയിലെ കുട്ടികൾക്ക് മനസ്സിലായില്ലേ, ഭാരതത്തിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്നത് രാജ്യത്തോടുള്ള സ്നേഹമല്ല, കുട്ടികളോടുള്ള സ്നേഹമല്ല, വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹമല്ല, ഒരൊറ്റ ചിന്തയെ അവർക്കുള്ളൂ, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കസേര സംരക്ഷിക്കപ്പെടണം എന്നുള്ള വ്യാജേനയാണ് കോൺഗ്രസ് മുന്നോട്ട് വന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന കുട്ടികളും മനസ്സിലാക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
കുട്ടികൾ മൊത്തം എല്ലാ കുട്ടികളും നിങ്ങളെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞു ശോഭിച്ചേ. അതായത് വിദ്യാഭ്യാസവും വിവരമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടല്ലോ, ആ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ, നിങ്ങളെ BJP എത്രമാത്രം വൃത്തികെട്ട ടീമാണെന്ന് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ബോധവും ഇല്ലാത്ത കുറച്ച് ചാണക സംഖ്യകളുണ്ടല്ല, അവർക്ക് മാത്രമാണ് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാത്തത്. പിന്നെ ശോഭിച്ച് പറയുന്നത് കേട്ട് കോൺഗ്രസ്സുകാരുണ്ടല്ല, കസേരക്ക് വേണ്ടിയിട്ടാണ് ഈ വിദ്യാർത്ഥികളെ കൊണ്ട് ഈ കളിയൊക്കെ കളിപ്പിക്കുന്നത്. എന്റെ ശോഭിച്ച് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടല്ല നിങ്ങളെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ല, എത്ര കാലമാണ് ആ കസേരയും കെട്ടിപ്പിടിച്ചോണ്ട് ഉളുപ്പും നാടുമല്ലാതെ അതിൽ ഇരുന്നത്. എന്നിട്ട് വിദ്യാർത്ഥികളുടെ സമരം ശക്തമായതോടുകൂടി ജനം മൊത്തം, ഇന്ത്യ മൊത്തം ഉണ്ടല്ല നിങ്ങൾ BJPക്ക് എതിരാവുന്ന നിങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയെ ആ കസേരന്ന് തൽക്കാലത്തെങ്കിലും എടുത്തു മാറ്റിയത്. ആ കസേരന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ നിങ്ങൾ ഒഴിപ്പിക്കുമ്പോഴല്ല നിങ്ങൾ അയക്കണ്ടല്ല ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സംസ്ഥാനമായ ഒഡീഷ ഉണ്ടല്ല, ആ ഒഡീഷയിലെ മുഖ്യമന്ത്രി കസേരയാണ് നിങ്ങൾ അയക്ക് കൊടുത്ത വാഗ്ദാനെന്നും നമുക്കറിയാം. അതുകൊണ്ട് കസേരക്ക് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുന്നത് സംഘികളാണെന്ന് ആരെയും ശോഭിച്ച് പഠിപ്പിക്കണ്ട. ഇതൊക്കെ പോട്ടെ, കസേരക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ MLA-മാർ MP-മാരുണ്ടല്ല കാശ് കൊടുത്ത് ചാക്കിട്ട് പിടിക്കുന്നത് ആരാണെന്ന് ശോഭിച്ചോട് ഞാൻ പറഞ്ഞേട്ടാ. ശോഭിച്ച് ഒരു MLA കസേരക്ക് വേണ്ടി വോട്ടർമാർക്കുണ്ടല്ല കാശ് കൊടുക്കാൻ നോക്കുമ്പോൾ പിടിക്കപ്പെട്ട ടീംസാണ് ഈ വന്ന് വെളുപ്പിക്കുന്നത് പറയുമ്പോഴല്ല. വലിയ കോമഡിയാണ് ശോഭിച്ച്, വലിയ കോമഡിയാണ്. അപ്പൊ തൽക്കാലം നിർത്തുന്നു. ഏതായാലും പുതിയ നാടകവുമായി വന്ന പാലക്കാട് തോറ്റ MLA നമ്മുടെ മഞ്ഞൾ ശോഭേജിക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.